ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പുതിയ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ആവർത്തന പുസ്തകം 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം. കനാനിൻ്റെ വടക്കുള്ള ഹാസോർ പട്ടണത്തിൻ്റെ രാജാവായിരുന്നു യാബീൻ. ന്യായാധിപന്മാരുടെ കാലത്തും ഇതേ പേരുള്ള ഒരു കനാന്യ രാജാവ് ഹാസോർ ഭരിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഈ 2 പേരും ഒരു വ്യക്തിയായിരുന്നോ എന്നതിനും മതിയായ തെളിവുകളൊന്നും തന്നെയില്ല. ഏതായാലും ഇന്ന് നാം ചിന്തിക്കുന്ന വ്യക്തിയെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 11-ാം അധ്യായത്തിലാണ് കാണുന്നത്. രാജാവായിരുന്ന അദോനീസേദക്കിൻ്റെ പ്രവൃത്തി പോലെ തന്നെയായിരുന്നു ഇസ്രായേല്യരോട് യാബീൻ എന്ന രാജാവും ചെയ്തത്. അതിനാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനതയെ നശിപ്പിക്കുവാനായിട്ട് ഒരുങ്ങിയ യാബീന് നേരിട്ട പതനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ട് ഇസ്രായേല്യരെ നശിപ്പിക്കുവാനായി ഒരുങ്ങുന്ന യാബീൻ. യോശുവയിലൂടെ ഇസ്രായേല്യരെ വിടുവിച്ചതറിഞ്ഞ യാബീൻ മറ്റ് രാജാക്കന്മാരുടെയും ജനങ്ങളുടെയും അടുക്കലേക്ക് ആളുകളെ അയച്ച് യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നതായിട്ട് നമുക്ക് യോശുവയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവിടെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു. ഇസ്രായേല്യരെ സംഹരിക്കുവാനായിട്ട് യാബീൻ എന്ന രാജാവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരുക്കിയ വലിയ സന്നാഹത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ആ വലിയ സൈന്യ സന്നാഹങ്ങളുമായി ഇസ്രായേല്യരെ തോൽപ്പിക്കുവാനായിട്ട് യാബീൻ എന്ന രാജാവ് തയ്യാറെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചു കൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ മേരോം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് അവിടെ പാളയമിറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വൻ സന്നാഹങ്ങളുമായി പുറപ്പെടുന്ന യാബീൻ രാജാവിനെയാകുന്നു നാം ഇവിടെ കാണുന്നത്. എന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു ഞൊടി ഇട സമയം മതി എന്നത് യാബീനോ തൻ്റെ സൈന്യത്തിനോ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നാലും എത്ര വലിയ സന്നാഹങ്ങളായിരുന്നാലും അവയെ തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ അവയെ തോൽപ്പിക്കുക എന്നത് ദൈവത്തിന് വളരെ നിസ്സാരമായ ഒരു സംഗതിയാകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ താമസമില്ല. കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ട് ഇല്ലല്ലോ. രണ്ടാമതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് യാബീൻ്റെ സൈന്യത്തെ യഹോവ ഇസ്രായേല്യരുടെ കരങ്ങളിലേക്ക് നൽകുന്നു. ഇവിടെ യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തൻ്റെ ജനതയെ തോൽപ്പിക്കുവാനൊരുങ്ങുന്ന അതേ സൈന്യത്തെ യഹോവയായ ദൈവം ഇസ്രായേല്യരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. യഹോവയായ ദൈവം ഇപ്രകാരം പറയുന്നു: നീ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രായേലിൻ്റെ മുൻപിൽ ചത്ത് വീഴുമാറാക്കും എന്ന് യഹോവ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ യഹോവയായ ദൈവം അവരോട് പറയുന്നുണ്ട്: ഈ സൈന്യത്തെ നിങ്ങൾ പേടിക്കേണ്ട, അവരെ നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ള ആ ഒരു വലിയ ഉറപ്പ് യഹോവയായ ദൈവം തൻ്റെ സ്വന്തം ജനതയായ ഇസ്രായേൽ ജനതയ്ക്കും യോശുവയ്ക്കും നൽകുന്നതായിട്ട് നമുക്കവിടെ കാണാം. അങ്ങനെ അതിലൂടെ യാബീനും സൈന്യവും അഗ്നിക്ക് ഇരയാകുന്നു. അങ്ങനെ അവർ മേരോം തടാകത്തിന് സമീപം യാബീൻ കൂട്ടിച്ചേർത്ത സൈന്യത്തെ യോശുവ തോൽപ്പിച്ച് ഉന്മൂലനാശം വരുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇതേ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് യഹോവ അവർക്ക് നിത്യ സ്വസ്ഥത നൽകുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ്.
ശത്രുവിൻ്റെ വെല്ലുവിളികളുടെ മധ്യത്തിൽ യോശുവയ്ക്കും ഇസ്രായേൽ ജനതയ്ക്കും യഹോവയുടെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിച്ചു. നിങ്ങൾ അവരെ പേടിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്ന് യഹോവ അവരോട് പറയുന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും വൻ പ്രയാസങ്ങളുടെയും പർവ്വത സമാനമായ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ പേടിക്കേണ്ട എന്ന ദൈവശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവയെ അതിജീവിക്കുവാൻ സഹായിക്കുന്ന ഒരു തമ്പുരാനുണ്ടെന്ന് മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.